ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയുവാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നതിന് ആനുപാതികമായിട്ട് ബാങ്കുകൾ അവരുടെ ഡെപ്പോസിറ്റുകളുടെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ബാങ്കുകളും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് SBI അക്കൗണ്ടുകളിൽ നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റും ഇപ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2.5%. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എമർജൻസി ഫണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഫണ്ടുകളോ പല സമയങ്ങളിലും ബാങ്കുകളുടെ SBI അക്കൗണ്ടുകളിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാങ്കുകളുടെ SBI അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് വെറും 2.5% മാത്രമാണ് പല സമയങ്ങളിലും നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കാറുള്ളൂ. എന്നാൽ ചുരുക്കം ചില ബാങ്കുകൾ 3%, 3.5%, ഈവൻ 6% വരെയും SBI അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്കുകളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്മോൾ ഫൈനാൻസ് ബാങ്കുകളും മറ്റും SBI അക്കൗണ്ടിൽ നിക്ഷേപം നടത്തിയാൽ 5% മേളിലൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ട് ആളുകൾ പലപ്പോഴും മടി കാണിക്കുന്നത് അതിൻ്റെ ഒരു റിസ്കിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി സ്ഥാപനമായ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ 5 ലക്ഷം രൂപ വരെയുള്ള ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്ത്യയിൽ RBIയുടെ കൺട്രോളിലും സൂപ്പർവിഷനിലും വർക്ക് ചെയ്യുന്ന ഏത് ബാങ്കുകളിലും നിക്ഷേപം നടത്തിയാലും 5 ലക്ഷം രൂപ വരെയുള്ള നിങ്ങളുടെ നിക്ഷേപത്തിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളുടെ ബാങ്കുകളിലും മറ്റും സർപ്ലസ് ആയിട്ടുള്ള അല്ലെ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ട് കിടക്കുന്ന പണം ഇതേപോലെയുള്ള ബാങ്കുകളിലും നിക്ഷേപം നടത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ ഈ SBI അക്കൗണ്ടുകളിൽ ഐഡിയലായിട്ട് കിടക്കുന്ന പണം എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് നേടാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കുകളിലും മറ്റും അധികം പോപ്പുലർ ആകാത്ത ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് പല പേരിൽ അറിയപ്പെടും. ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി, സ്വീപ്പ് ഇൻ അക്കൗണ്ട്, ഫ്ലെക്സി ഡെപ്പോസിറ്റ്, സേവിങ്സ് പ്ലസ് അക്കൗണ്ട്, മൾട്ടിപ്ലയർ ഡെപ്പോസിറ്റ്, സ്മാർട്ട് ഡെപ്പോസിറ്റ്, ലിങ്ക്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, എൻക്യാഷ് 24 ഫ്ലെക്സി ഡെപ്പോസിറ്റ്, ആൽഫ സേവിങ്സ് അക്കൗണ്ട്. ഇങ്ങനെ പല ബാങ്കുകളിലും ഈ ഡെപ്പോസിറ്റ് സ്കീം പല പേരിലാണ് അറിയപ്പെടുന്നത്. ജനറലായിട്ട് ഈ ഡെപ്പോസിറ്റ് സ്കീമിനെ സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റിലൂടെ നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ടുള്ള പണത്തിന് FDയുടെ ഇൻട്രസ്റ്റ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ, നിങ്ങളൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ബാങ്കിൽ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഐഡിയലായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബാലൻസ്. ഈ വരുന്ന 5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ യൂസ് ഒന്നുമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ടാണ് ഈ പണം നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം നിങ്ങളൊരു സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സി ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏത് പീരീഡിലേക്കാണോ നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആ പീരീഡിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം തന്നെ നിങ്ങളുടെ SBI അക്കൗണ്ടിൽ നിങ്ങളിപ്പോൾ ഒരു മിനിമം 25,000 രൂപയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 25,000 രൂപ ഒഴിച്ചിട്ട് ബാക്കിയുള്ള 4,75,000 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ ലിക്വിഡിറ്റിയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് പണം വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പണം ലഭിക്കണം. ഈ ഫെസിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ SBI അക്കൗണ്ടിൽ 25,000 രൂപയിൽ കൂടുതലുള്ള എമൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് FD ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ FD ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും. സാധാരണ SBI അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ പണം വിഡ്രോ ചെയ്യുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പണം വിഡ്രോ ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് 25,000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് 50,000 രൂപയുടെ ഒരു ആവശ്യം വന്നെങ്കിൽ നിങ്ങൾക്ക് ATMൽ നിന്ന് 50,000 രൂപ വിഡ്രോ ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് 25,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ട്. ബാലൻസ് വരുന്ന 25,000 രൂപ നിങ്ങളുടെ സ്വീപ്പ് ഇൻ ഡെപ്പോസിറ്റിൽ നിന്ന്
ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് 50,000 രൂപ ഡെബിറ്റ് കാർഡ് മുഖാന്തരം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. SBI അക്കൗണ്ടിൻ്റെ ലിക്വിഡിറ്റിയും അതേപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ആനുപാതികമായിട്ടുള്ള ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു നല്ലൊരു ഡെപ്പോസിറ്റ് സ്കീമാണ് ഈ ഫ്ലെക്സി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ CPIN ഡെപ്പോസിറ്റ്. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ നിങ്ങൾ SBI അക്കൗണ്ടിൽ നിങ്ങൾ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ മിനിമം 25,000 രൂപ കീപ്പ് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുക. ബാക്കി വരുന്ന 4,70,000 രൂപ FD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ FDക്ക് നിങ്ങൾക്ക് 5.5% ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്നും അസ്യൂം ചെയ്യുക. നിങ്ങളുടെ SBI അക്കൗണ്ടിലുള്ള 25,000 രൂപയ്ക്ക് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് വെറും 2.5%. ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് എത്രയൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വർഷത്തേന് എത്രയൊക്കെ ഇൻട്രസ്റ്റ് ലഭിക്കുമെന്ന് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പൈസ SBI അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഒരു വർഷം, അതായത് ഈ 5 ലക്ഷം രൂപയ്ക്ക് 2.5% വെച്ചിട്ട് വെറും 12,500 രൂപയാണ് ലഭിക്കുകയുള്ളായിരുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളൊരു CPIN ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എത്ര എക്സ്ട്രാ ബെനിഫിറ്റ് ലഭിക്കുമെന്നും നോക്കാം. അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള നിക്ഷേപം, അതായത് മിനിമം ഡെപ്പോസിറ്റായി 25,000-ന് 2.5% ഇൻട്രസ്റ്റ് ലഭിക്കുന്നതെങ്കിൽ അതിന് 625 രൂപ ഇൻട്രസ്റ്റ് ലഭിക്കും. 5 ലക്ഷം രൂപയിൽ ബാലൻസ് വരുന്ന 4,70,000 രൂപ 5.5% ഇൻട്രസ്റ്റ് കിട്ടുന്ന FDയിലേക്ക് മാറ്റിയാൽ അതിനൊരു വർഷം 26,125 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. ഈ 26,125-ഉം SBI അക്കൗണ്ടിലുള്ള 25,000 രൂപയുടെ ഇൻട്രസ്റ്റായ 625 രൂപയും കൂടി കൂട്ടിയാൽ 26,750 രൂപ ലഭിക്കും. എന്നാൽ നിങ്ങൾ ഈ 5 ലക്ഷം രൂപ SBI അക്കൗണ്ടിലാണ് കീപ്പ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കാവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12,500 രൂപയാണ്. പക്ഷെ നമ്മുടെ ഈ CPIN ഫെസിലിറ്റി യൂസ് ചെയ്തത് കാരണം നമുക്ക് ടോട്ടലായിട്ട് ലഭിച്ചത് അതിൽ നിന്ന് 26,125 രൂപയാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ ലഭിച്ച ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 13,625 രൂപയാണ്. നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ട് കിടക്കുന്ന പൈസ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡെപ്പോസിറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ SBI അക്കൗണ്ടിലെ ലിക്വിഡിറ്റിയും അതോടൊപ്പം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഹയർ ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എക്സാമ്പിൾ സഹിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ട് കിടക്കുന്ന പണം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിന് ഇതേപോലെയുള്ള CPIN ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സി ഡെപ്പോസിറ്റുകൾ എങ്ങനെ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതേപോലെയുള്ള ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പല ബാങ്കുകളിലും ഈ ഡെപ്പോസിറ്റ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ബ്രാഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരികയും നിങ്ങളുടെ SBI അക്കൗണ്ടിൽ ഐഡിയലായിട്ട് കിടക്കുന്ന പണത്തിന് നിങ്ങൾക്ക് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുകയും ചെയ്യും. യൂസ്ഫുൾ ആയിട്ടുള്ള 1,200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.